തീർത്തും മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു ആക്സിഡൻ്റാണ്. എത്രയോ കാലങ്ങളായിട്ട് പൊളിച്ചു കളയണമെന്ന് മനസ്സിലാക്കിയ കെട്ടിടത്തിനാണ് ഇവിടെ സംഭവിച്ചത്. ഇത്രയും ദിവസമായിട്ട് ഈ ഗവൺമെൻറ് ഒരു 100 രൂപയുടെ സഹായം സ്റ്റേറ്റിൽ നിന്ന് ഇതുവരെ പ്രഖ്യാപിക്കുന്നു. 2 മന്ത്രിമാരുടെ ജില്ലയാണ് കോഴിക്കോട് ജില്ലയിൽ പ്രത്യേക പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് ഇത് എന്നാണ്. ഇത്രയും സ്വാധീനമുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ദിവസങ്ങളിൽ മരിച്ചു പോയ വാല്യൂ കൂടുന്ന ഗവൺമെൻറ് ഈ സംഭവം കണ്ടില്ല. വളരെ സങ്കടകരമായി പറയുന്നത് 4ാം വാർഷികം ആഘോഷത്തിന് വേണ്ടിയിട്ട് 300 കോടി ചെലവാക്കിയ ഗവൺമെൻറ് അവരുടെ കണക്ക് പോയത്. അങ്ങനെ ദൂർത്തടിക്കുന്ന ഈ ഗവൺമെൻറ് ഈ 4 കുടുംബങ്ങൾ അനാഥമായി ഇത്രയും ദിവസങ്ങളായി ഒരു ഇടപെടൽ പോലും നടത്താത്ത സാഹചര്യത്തിൽ നമ്മളുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം എന്നുള്ളത് ഇവിടുത്തെ UDF ലീഡേഴ്സിനും കൗൺസിലേഴ്സും പ്രതിപക്ഷ നേതാവ് തങ്ങളുൾപ്പെടെയുള്ളവരാണ് ഈ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നത് അവരുടെ മനസ്സിലാക്കും. ആ ഒരു നിലക്കാണ് നമ്മൾ കഴിയുന്ന രീതിയിലുള്ള വ്യക്തിപരമായ സഹായം ചെയ്യാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഈ ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ്. ഈ സമൂഹം എന്ന് പറയുന്നത് ഇത്രയും അധാർമികമായി മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്ന ഈ ഗവൺമെൻറ്റിനോടുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഈ സമയം. അതിൽ നിന്ന് നിങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലാക്കും. നിങ്ങൾക്കിപ്പോൾ വീഡിയോ വിഷൻസ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കും.